ആപ്കി അദാലത്തിൽ ജോർജ് ഫെർണാണ്ടസിന് മേലുള്ള കുറ്റാരോപണം അദ്ദേഹം തന്റെ സിദ്ധാന്തങ്ങളിൽ കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ്. ജോർജ് സാർ, ജനങ്ങൾ എന്താണ് വിചാരിക്കുന്നത് വെച്ചാൽ പദവി ആഗ്രഹം വന്നു കഴിഞ്ഞാൽ എന്തു വലിയ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും കോംപ്രമൈസ് ആകുമെന്നാണ്. 30 വർഷമായി താങ്കൾ ന്യൂക്ലിയർ പോളിസിയെ എതിർത്ത വ്യക്തിയാണ്. നമ്മൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ താങ്കൾ ഡിഫൻസ് മിനിസ്റ്ററായിട്ടുണ്ടായിരുന്ന സമയത്താണ് ഇന്ത്യയിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയത്. ഞാൻ ഇന്ന് ന്യൂക്ലിയർ ബോംബ് എതിർക്കുന്ന ഒരാൾ തന്നെയാണ്. എപ്പോഴും ഞാനത് എതിർക്കും. ഇപ്പം ഞാൻ ഭരണത്തിലില്ലാത്തത് കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും എതിർത്ത് നിൽക്കും. പക്ഷെ ഞാൻ എന്ത് വലിയ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും കോംപ്രമൈസ് ആകില്ല. സർക്കാർ എന്ന് പറയുമ്പോൾ അത് വെറും ഒരാളല്ല, അതൊരു സമൂഹമല്ലേ. നമ്മൾ ആ സർക്കാരിൽ ഉള്ള സമയത്ത് നമ്മളെ നാട്ടിൽ ആ നാടിൻ്റെ അവസ്ഥ കണ്ടിട്ടായിരിക്കണം തീരുമാനമൊക്കെ എടുക്കേണ്ടത്. ഞാൻ ആ ബോംബിനെതിരെയൊക്കെ ഒരു ശത്രുവായിരുന്നവനാ. അത് തടയാനായിട്ട് ഞാൻ എത്രയോ പോരാടിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ചെയ്ത സമയത്ത് താങ്കൾ അതിനെതിരായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചു. ഞാൻ ശക്തമായി എതിർത്തതായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്തു. അല്ല, ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഞാൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരംഭിച്ചു. എനിക്ക് എല്ലാം മനസ്സിലായി. അപ്പം ഞാൻ അവിടെ ഇതൊക്കെ ചെയ്യുന്നവരുടെ കൂടെ തുണയായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് അവിടെ ഒരു സംഭവം സംഭവിച്ചത്. അത് എന്താന്ന് വെച്ചാൽ, അതായത് CTBTയുടെ കാര്യത്തിൽ അമേരിക്ക നമ്മുടെ മീതെ പ്രഷർ തന്നായിരുന്നു. അമേരിക്കയിലുള്ള ആൾക്കാർ പറഞ്ഞത് ഞങ്ങളുടെ അടുത്തായിരിക്കും ബോംബ് ഉണ്ടാവേണ്ടത്, വേറെ ആരുടെയും കയ്യിലത് പോകാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞത്. അതായത് അമേരിക്ക അവരുടെ കയ്യിൽ സൂപ്പർ പവറൊക്കെ ഉണ്ടെന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. പാർലമെൻറ്റിൽ ഈ കാര്യമാണെങ്കിൽ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാടധികം കഷ്ടമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട്. അതായത് നമ്മളെല്ലാ കാര്യവും സത്യത്തിൽ പറയാനായിട്ട് തയ്യാറായിട്ടിരിക്കണം എപ്പോഴും. അതിൻ്റെ ഒപ്പം എൻ്റെ റൂൾസൊക്കെ ഞാൻ ഒരു ഭാഗത്തോട്ട് മാറ്റി. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് അമേരിക്ക എന്ന് പറയുന്നത്, അതായത് ഒരു വിധമായ പ്രഷർ നമുക്ക് തരുന്നുണ്ടത് കിട്ടാൻ പാടില്ലെന്നും കരുതി. പക്ഷെ താങ്കളുടെ സർക്കാരിൽ തുടർന്ന് കുറ്റങ്ങൾ ആരോപിച്ചത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഡിഫൻസ് മിനിസ്ട്രിയിൽ അമേരിക്ക പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇല്ല, അങ്ങനത്തെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. ഞാൻ നാടിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററായിട്ടിരുന്ന സമയത്ത് അതുപോലത്തെ തീരുമാനങ്ങളൊന്നും ഞങ്ങൾ ആ സമയത്ത് എടുത്തിട്ടില്ലായിരുന്നു. ജോർജ് സാർ, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയിലേക്ക് പോയ സമയത്ത് പരിശോധന എന്ന പേരിൽ തന്റെ വസ്ത്രങ്ങൾ അഴിക്കാൻ പറഞ്ഞ ഇതിനേക്കാൾ വലിയൊരു അപമാനം രാജ്യത്തിന് വേറെ എന്താ ഉള്ളത്? അതുപോലെ തന്നെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ അമേരിക്കയിലോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയാ ചെയ്തത്. അവര് റഷ്യക്ക് അങ്ങനെ മാനാഭിമാനം ഇല്ലെങ്കിൽ നമുക്കങ്ങനെ വേണ്ടെന്നല്ല. ഇതിൽ യാതൊരു വിധമായ മര്യാദയും പോയിട്ടില്ല. അതായത് ഈ പത്രക്കാരൊക്കെ ഉണ്ടല്ലോ, പകുതി കാര്യങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയും പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് സത്യമല്ലേ? ഇല്ല, ഞാൻ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നെ വിളിച്ചോണ്ട് പോകാനായിട്ട് എൻ്റെ ഒപ്പം കുറച്ച് അംബാസിഡർസൊക്കെ ഉണ്ടായിരുന്നു. ആ അംബാസിഡർ ഒഴിച്ച് അവിടെ ഒരു 2 പേരുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളങ്ങോട്ട് പോയില്ല. പോവാണ്ട് ഞങ്ങൾ പുറത്താണ് വന്നുകൊണ്ടിരുന്നത്. പുറത്ത് വരുന്ന സമയത്ത് അവിടെ 2 പോലീസുകാർ നിങ്ങളിവിടെ നിൽക്കണമെന്നാ പറഞ്ഞതപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. നമ്മുടെ അംബാസിഡർ ആണെങ്കിൽ ഒച്ച എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, ഇദ്ദേഹം ഞങ്ങളുടെ ഡിഫൻസ് മിനിസ്റ്ററാന്ന്. പക്ഷെ അവരതൊന്നും ശ്രദ്ധിച്ചു പോലും ഇല്ല. അവർക്ക് പറയേണ്ട കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കോട്ട് ഊരാൻ, അതായത് ഈ കോട്ട് ഊരി മാറ്റി. അതിനുശേഷം അവരെൻ്റെ ഷൂ ഒന്ന് അഴിച്ച് മാറ്റാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഷൂ അഴിച്ചു. എൻ്റെ ഷൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാല് പൊക്കിയാൽ മതി, അത് അഴിഞ്ഞോളൂ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ കാല് പൊക്കിയപ്പോൾ ഷൂ പോയി. എന്നിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല. ഞാൻ അകത്ത് പോകുമ്പോൾ അവരെന്നെ പിടിച്ചൊന്നും നിർത്തിയിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെയൊക്കെ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ അപ്പോൾ കൊടുത്തേനെ. അവരൊരു സൂപ്പർ പവർ ആയതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും അനുസരിക്കണം. സൂപ്പർ പവർ ഒന്നും ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ നാടുകൾക്കിടയിലും നമ്മുടെ ബന്ധങ്ങൾക്കിടയിലും ഒരു ചില അടുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഒരാൾക്ക് സംഭവിച്ചെന്നും പറഞ്ഞ് പിന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ള ബന്ധം അങ്ങനെ നശിപ്പിച്ച് കളയാൻ പാടില്ല. അത് നമ്മളെല്ലാം മനസ്സിലാക്കി കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഇതിനെക്കുറിച്ച് താങ്കൾ എങ്ങും പരാതി പോലും പറഞ്ഞില്ല. പരാതി പറയേണ്ട ആവശ്യം ഇല്ലല്ലോ. അതായത് അംബാസിഡർ എൻ്റെ ഒപ്പം തന്നെ ഇരുന്നത്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നു. അതിനുശേഷം ഞാൻ ആരുടെ പോയ സ്റ്റുവർട്ട് ആൽബർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഇങ്ങനെ ഒരു നാണക്കേട് സംഭവിച്ച കാര്യം ഞങ്ങൾ അറിയില്ലായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. എന്നേലും ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടാവും, പറയാണ്ടിരിക്കുന്ന ആളല്ല.
അമേരിക്കയിൽ വെച്ച് ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ട് താങ്കൾക്ക് ദേഷ്യം വന്നില്ലേ? ദേഷ്യം ഉറപ്പായിട്ട് എനിക്ക് വരും, ഞാനും മനുഷ്യനല്ലേ. പക്ഷെ ഒരുപാട് സമയം ഉണ്ടാവില്ല, അത് പെട്ടെന്ന് പൊക്കോളും. താങ്കളോട് അമേരിക്കൻ ഗവൺമെന്റ് ക്ഷമ ചോദിക്കണമെന്നുള്ള ഒരു തോന്നലെങ്കിലും താങ്കൾക്ക് വന്നില്ലേ? അതായത് അമേരിക്കയിലുള്ള ആരാണത്, ആർമി തേജ്, അദ്ദേഹം ഓൾറെഡി സോറി പറഞ്ഞു. സാധാരണ രീതിക്കല്ല പറഞ്ഞത്, വളരെ സീരിയസ് ആയിട്ടായിരുന്നു പറഞ്ഞത്. ജനങ്ങൾ പലരും പല ചോദ്യങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ചോദിക്കൂ. നിങ്ങളോട് എനിക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ രാജ്യത്തുള്ള ഒരു വലിയ പ്രോബ്ലമാണ് കറപ്ഷൻ. താങ്കളൊരു പ്രധാനപ്പെട്ട നേതാവായിക്കൊണ്ട് ഒരുപാട് കാലം പവറിലിരുന്നപ്പോൾ ഈ കറപ്ഷൻ പൂർണ്ണമായും ഇല്ലാതാക്കാൻ എക്സാക്ട്ലി എന്താണ് ചെയ്തത്? വളരെ വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു അസുഖം ഒരുപാട് സ്പ്രെഡായി എന്നാണ് പറയേണ്ടത്. ഈ അസുഖത്തിൽ നിന്ന് നമ്മുടെ നാട്ടിന് നമ്മൾ എങ്ങനെയാ പുറത്തു കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് എനിക്ക് അറിയാൻ മേലാത്തത്. താങ്കളുടെ പേരിലും പല അഴിമതി ആരോപണങ്ങളും ഉണ്ട്. എൻ്റെ മേത് എന്ത് അഴിമതി കേസാണ് ഉള്ളതെന്ന് പറയണം സാർ. അങ്ങനെ എന്ത് അഴിമതിയാണ് ഉള്ളതെന്നൊന്ന് കൊണ്ടുവന്നൊന്ന് ഡിസ്പ്ലേ ചെയ്യണം ഇവിടെ എന്ന് പറയണം. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറ്റങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ലാലു യാദവ് പറഞ്ഞിരിക്കുന്നത് ഈ ഡൽഹി അഴിമതിയിൽ ഏതോ ഒരു സ്ഥലത്ത് താങ്കളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ചില ഫോട്ടോസും അദ്ദേഹം കാണിച്ചു. ഡൽഹിക്ക് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ താങ്കളും ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഫോട്ടോ ഒരു എവിഡൻസ് ആവണമെന്ന് വിചാരിച്ചാൽ ഞാനിത് ലാലുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അതായത് ഞാനും ലാലുവും ചേർന്നെടുത്ത ഫോട്ടോസ് ഒരുപാടുണ്ട്. ഫോട്ടോ ഒരു കാരണമായിട്ടും കാര്യമായിട്ടും എടുത്ത് ഡൽഹി എൻ്റെ കണക്കിലെടുത്തിട്ടാ. അപ്പം അയാൾ ചെയ്ത പാവമല്ല എൻ്റെ നെഞ്ചത്തോട്ടല്ലേ വന്ന് കയറത്തുള്ളൂ.